ഹായ് ഓൾ. ഇന്ന് നിങ്ങളെ ഞാൻ ഒരു സ്മൂത്തി പരിചയപ്പെടുത്തി തരാം. അതായത് മാംഗോ ബനാന സ്മൂത്തി. വളരെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഇത്. ആക്ച്വലി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ ഒരു ആഫ്റ്റർനൂൺ ഡിലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു 2 പേർക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 1 കപ്പ് മാങ്ങ എങ്ങനെ കട്ട് ചെയ്തു. ഇപ്പം മാംഗോയുടെ സീസൺ ആണല്ലോ, അപ്പം അതല്ല എങ്കിൽ ഫ്രോസൺ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു 1 ബനാന, ഞാനിവിടെ റോബസ്റ്റ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ബനാന ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. അതിന് ഇതൊരു 1/2 കപ്പ് മിൽക്കാണ്. നിങ്ങൾക്ക് പിന്നെ വെജിറ്റബിൾ മിൽക്ക്, കോക്കനട്ടോ അല്ലെങ്കിൽ ബദാം മിൽക്കോ സോയാ മിൽക്കോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ സാധാരണ പശുവിൻ്റെ പാൽ, കൗ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് യോഗട്ട്, തൈര് എടുത്തിട്ടുണ്ട്. അതും ഒന്നിൽ ഇത് നോർമൽ തൈരാണ് ഞാൻ യൂസ് ചെയ്യിക്കുന്നത്, അധികം പുളിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീക്ക് യോഗട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇനി ആവശ്യമായത് മധുരമാണ്. അത് മാങ്ങയുടെയും ബനാനയുടെയും മധുരം അനുസരിച്ച് നോർമൽ ഷുഗർ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് 2 പേർക്ക് സേവ് ചെയ്യുന്നതുകൊണ്ട് ഒരു 1 or 2 ടേബിൾ സ്പൂൺ അത് ചെക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുക. അതല്ല എങ്കിൽ നമ്മൾക്ക് ഹണി യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂണ് ഹണിയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. പിന്നെ അല്പം ഒരു 5-6 ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് അടിച്ചാൽ ഈ സമ്മർ ടൈമിൽ ഇത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ മാംഗോ ബനാന സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീൻസ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഓട്സ് അത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് 1 or 2 ടീസ്പൂണ് ഓട്സ് കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ചിയ സീഡ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് വെരി സിമ്പിളായിട്ടുള്ളതാണ്. നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് തരിക. താങ്ക് യു.